ത്രീ ഇഡിയറ്റ്സ് ഓർമ്മയില്ലേ? ഇന്ത്യയുടെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ത്രീ ഇഡിയറ്റ്സ്. അതിലെ ആമിർ ഖാന്റെ ക്യാരക്ടർ ഇൻസ്പയർഡ് ആകുന്നത് സോനം വാങ്ചുക് എന്ന് പറയുന്ന ലഡാക്കി ആക്ടിവിസ്റ്റ്, ഓൺട്രപ്രണർ, എഡ്യൂക്കേഷനിസ്റ്റ് എന്ന വ്യക്തിയിൽ നിന്നാണ്. ഇന്ന് അദ്ദേഹത്തെ പോലീസ് ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. नमस्कार जूले, मैं अभी ये वीडियो रिकॉर्ड कर रहा हूँ उस बस से जिससे हम पंजाब से दिल्ली जा रहे हैं। रास्ते में हरियाणा पुलिस और दिल्ली पुलिस के बहुत सारे गाड़ियाँ हमें एस्कॉर्ट कर रही थी, मगर जैसे जैसे हम दिल्ली की तरफ पहुँच रहे हैं लग ऐसा रहा है कि वो एस्कॉर्ट नहीं बल्कि हमें वो एक तरह का डिटेन कर रहे हैं या अरेस्ट कर रहे हैं। രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയം ശക്തമായി ഉയർത്തിയത്. ആ ഉയർത്തുന്നതിന് ഒരു പ്രസക്തിയുണ്ട്. കാര്യം പലപ്പോഴും നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ മദ്രാസാണ്, അല്ലെങ്കിൽ മദ്രാസിയാണ്, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ്. നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഡൽഹിയാണ്, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഉത്തർപ്രദേശാണ്. ബാക്കി സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോകാറില്ല, പലപ്പോഴും അറിയാറില്ല ഭൂരിപക്ഷം ആൾക്കാർ. ഇതേപോലെ നമുക്ക് പലപ്പോഴും നോർത്ത് ഈസ്റ്റ്, നമ്മുടെ ഇന്ത്യയുടെ ഭാവനയിൽ നോർത്ത് ഈസ്റ്റ് വരാറില്ല, അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് പലപ്പോഴും നമ്മുടെ മാപ്പുകളിൽ പോലും വരാറില്ല. അപ്പൊ ഇന്ത്യ എന്ന ഈ മഹാരാജ്യം, ഈ വ്യത്യസ്തതകളുള്ള ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന ആശയം പ്രധാനമാണ്. രാഹുൽ ഗാന്ധി അങ്ങനെ സോനം വാങ്ചുക്കിനെ അതിശക്തമായി ചേർത്ത് പിടിച്ച് ഈ ഗാന്ധി ജയന്തി ദിനത്തിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തോടൊപ്പം 120 പേരാണ് ലഡാക്കിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ പദയാത്രയായി, ഡൽഹി ചലോ പദയാത്ര ലേയിൽ നിന്ന് ഒരു മാസം മുമ്പ് തുടങ്ങിയത്. ആ 120 പേരെ അവർ ഡൽഹിയിൽ നിന്ന് പോലീസ് അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അവരെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഡിമാൻഡ് ഈ ഷെഡ്യൂൾഡ് ഏരിയ സ്റ്റാറ്റസ് ടു ലഡാക്ക് അണ്ടർ 6th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഒരു പ്രത്യേക സംസ്ഥാന പദവി കൊടുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു. മുമ്പ് BJP സംസ്ഥാന പദവി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇതേവരെ കൊടുത്തിട്ടില്ല. അപ്പോഴാണ് വാങ്ചുക് നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോയി, പ്രക്ഷോഭത്തിലേക്ക് പോയി. ഇപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിൽ, രാഷ്ട്രപിതാവിന്റെ ജയന്തി ദിനത്തിൽ ഡൽഹിയിലേക്ക് യാത്ര നടത്തുക. പലപ്പോഴും ലഡാക്കിലെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. ഡൽഹിയാണ്, കേരളമാണ്, ലഡാക്കാണ്, നോർത്ത് ഈസ്റ്റ് ആണ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആണ്, ജമ്മു കാശ്മീരാണ്, ഗുജറാത്താണ്, ഗോവയാണ്, പെട്ടെന്ന് അല്ലെങ്കിൽ ആസാമാണ്, എല്ലാ സ്ഥലങ്ങളുമാണ്, ഉത്തർപ്രദേശാണ്, മധ്യപ്രദേശാണ്, എല്ലാ സ്ഥലങ്ങളുമാണ് ഇന്ത്യ. എവിടെ ഒരാൾക്ക് പ്രശ്നം പറ്റിയാലും അത് നമ്മളുടെ പ്രശ്നമായി നമുക്ക് കാണാൻ കഴിയും. ഒരു ഇന്ത്യക്കാരൻ അവൻ്റെ സാധാരണ ജീവിതത്തിൽ 70 or 75 വർഷം നയിക്കുന്ന ജീവിതത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കാണാറുമില്ല. അങ്ങനെ കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും ആ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഇതൊന്നും നമുക്ക് തിരിച്ചറിയാനാകാത്തത്. ഒരുപക്ഷെ വീഡിയോയിൽ പോലും നമ്മൾ ആരും ലഡാക്കിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളോ ചർച്ച ചെയ്യാറില്ല, കൂടിയെന്നോ അവിടുത്തെ ടൂറിസം TV-യിലോ സിനിമയിലോ കണ്ടു കാണും. യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിന്റെ ഈ പ്രതിഷേധം, പ്രക്ഷോഭം സപ്പോർട്ട് ലഭിക്കേണ്ടതാണ്, ഒരുപാട് പിന്തുണ ലഭിക്കേണ്ടതാണ്. ലഡാക്കിലെ ജനങ്ങൾക്ക് വേണ്ടി അതിശക്തമായ പോരാട്ടമാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. ആ സോനം വാങ്ചുക്കിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. മഹാത്മാഗാന്ധിയുടെ പാതയിൽ അദ്ദേഹവും നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് പോവുകയാണ്. ആ നിരാഹാര സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരുപാട് പേരുമുണ്ട്. അദ്ദേഹം തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കട്ടെ. ഇന്ത്യ എല്ലാമാണ്. ആ എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തി എല്ലാത്തിനെയും മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ഇന്ത്യക്ക് അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗരിമയും അതിൻ്റെ ഗ്ലോറിയും ഉണ്ടാകുന്നത്. രാഹുൽ ഗാന്ധി അതിശക്തമായി ഈ ഡിറ്റൻഷനെ, ഈ അറസ്റ്റിനെ അപലപിക്കുകയും സോനം വാങ്ചുക്കിന് ശക്തമായ പിന്തുണ കൊടുക്കുകയും ചെയ്യും. രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ്, ഷാഡോ പ്രൈം മിനിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ശ്രദ്ധ വരും. അവിടുത്തെ എൽഡർലി ആൾക്കാരടക്കം ഡൽഹിയുടെ ബോർഡറിലാണ് ലഡാക്കിന്റെ ഫ്യൂച്ചറിന് വേണ്ടി പോരാടുന്നത്. ആ പോരാട്ടത്തിന് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. പ്രാർത്ഥനകൾ നേരുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.